ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൽ ഇഞ്ചിൽ ചെയ്തിട്ടുള്ള ഡ്രോയിങ് എങ്ങനെയാണ് മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ്. ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഞ്ചിലും ഫീറ്റിലും എങ്ങനെയാണ് ഡ്രോയിങ് വരക്കുന്നത് എന്ന്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി കാണാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു ഓട്ടോകാഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഞാൻ ഇഞ്ചിൽ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. അതിനുവേണ്ടി ഇവിടെ ലൈൻ എടുത്ത് ഒരു 15 ഇഞ്ചിൽ ഒരു ലൈൻ വരക്കുന്നു. താഴോട്ടൊരു 10 ഇഞ്ച്, ഓക്കെ, ഇങ്ങോട്ടൊരു 8 ഇഞ്ച്. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി ഒരു സർക്കിൾ, ഒരു 3 റേഡിയസിൽ ഒരു സർക്കിൾ വരക്കുന്നു. ഓക്കെ, ഇനി വെറുതെ ഒരു സ്ക്വയറും കൂടെ വരക്കുന്നു. ഒരു 8 ഇത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കാം. ആദ്യം ഞാൻ അതിനു വേണ്ടി ഇവിടെ മെഷർമെൻറ്റ് കൊടുക്കുന്നു. ഇത് നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ സ്റ്റൈൽ ഒന്ന് മാറ്റാം. ഇവിടെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ ഡയമെൻഷൻ കൂടി കൊടുക്കാം. ഇതിൻ്റെ റേഡിയസ് ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ മെഷർമെൻറ്റ് കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇതും നമുക്ക് ഡയമെൻഷൻ സ്റ്റൈല് ഒന്ന് മാറ്റാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ മെഷർമെൻറ്റിൻ്റെ കൂടെ ഇവിടെ ഇഞ്ചിൻ്റെ സിമ്പൽ ഇല്ല, ഇവിടെ ഇഞ്ചിൻ്റെ സിമ്പൽ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് വീഡിയോയുടെ അവസാനത്തിൽ നോക്കാം അത് എങ്ങനെയാണ് ഒഴിവാക്കുന്നത് എന്ന്. ഓക്കെ, ഇനി ഇത് മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു കമാൻഡ് അടിക്കണം. ഞാനിവിടെ DWG യൂണിറ്റ്സ് എന്ന് കമാൻഡ് അടിക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. നമുക്ക് മില്ലിമീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യാനുള്ളത്. ഇവിടെ സെൻറ്റിമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്, ഫീറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് മില്ലിമീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യാനുള്ളത്. അതിൻ്റെ നമ്പർ 3 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ അതിനു വേണ്ടി 3 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കാണാൻ പറ്റും. ഡ്രോയിങ് യൂണിറ്റ് ഡിസ്പ്ലേ ഫോർമാറ്റ്സ് എന്നത്, ഇതിൽ സയൻറ്റിഫിക്കും ഉണ്ടാവും ഡെസിമലും ഉണ്ടാവും. നമുക്ക് ഡെസിമലാണ് വേണ്ടത്. ഞാൻ 2 കൊടുത്ത് എൻ്റർ കൊടുക്കുന്നു. ഇനി ലീനിയർ ഡിസ്പ്ലേ പ്രിസിഷൻ, അത് 4 കൊടുത്ത് എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ചോദിക്കും, സ്കെയിൽ ഒബ്ജക്ട്സ് ഫ്രം അതർ ഡ്രോയിങ്സ് അപ്പോൺ ഇൻസേർട്ട്, അതായത് വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സ്കെയിൽ ചെയ്യണോ എന്നാണ്. ഞാൻ യെസ് കൊടുക്കുന്നു. ഇനി അടുത്ത ഇത് ചോദിക്കുന്നത് മാച്ച് ഇൻസ് യൂണിറ്റ്സ് ടു ഡ്രോയിങ് യൂണിറ്റ്സ്, അതും യെസ് കൊടുക്കുന്നു. അടുത്തത് ചോദിക്കുന്നത് സ്കെയിൽ ഒബ്ജക്ട്സ് ഇൻ കറണ്ട് ഡ്രോയിങ് ടു റിഫ്ലക്ട് ചേഞ്ചസ് ഇൻ യൂണിറ്റ്സ്, അതായത് ഈ ഡ്രോയിങ്ങിലുള്ള ഒബ്ജക്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അതാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് അതും Y കൊടുത്ത്, അതായത് എസ്സിന് വേണ്ടി Y കൊടുത്ത് എൻ്റർ കൊടുക്കുന്നു. ഇൻക്ലൂഡ് ഒബ്ജക്ട്സ് ഇൻ പേപ്പർ സ്പേസ്, അതും ജസ്റ്റ് Y കൊടുത്ത് എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ടാവും. ഞാനിവിടെ എസ്കേപ്പ് അടിച്ച് ഇത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം സൂം അടിച്ച് നോക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഈ സർക്കിൾ വരച്ചത് 3 ഇഞ്ചിലായിരുന്നു. ഇത് അതുപോലെ 8 ഇഞ്ചായിരുന്നു. ഇതും ഓൾറെഡി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം, അതായത് ഈ 3 ഇഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് എന്ന്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇത് ഞാൻ ഓൾറെഡി ഒരു ടേബിൾ ഉണ്ടാക്കി വെച്ചതാണ്. 3 ഇഞ്ച്, അതായത് ഇഞ്ച് കൺവേർഷനാണിത്. ഞാനിവിടെ 3 എന്ന് ടൈപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും 76.2 മില്ലിമീറ്റർ ആണ് നമുക്ക് ഡ്രോയിങ്ങിൽ
നമുക്ക് നോക്കാം 76.2 തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് 8 ഇഞ്ച് ആയിരുന്നു. 8 ഒന്ന് നമുക്ക് കൊടുത്തു നോക്കാം. 203.2 ഇതും നമുക്ക് ഡ്രോയിങ്ങിൽ നോക്കാം. 203.2. ഇനി ഇതിൻ്റെ ഈ ഇഞ്ച് സിമ്പൽ എങ്ങനെയാണ് ഒഴിവാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഈ ഇഞ്ച് സിമ്പൽ ഉള്ള എല്ലാ മെഷർമെൻറ്റും സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഡയമെൻഷൻ സ്റ്റൈല് മാറ്റുക. നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മാറ്റുമ്പോൾ അത് ഓൾറെഡി മാറിക്കഴിഞ്ഞു. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയമെൻഷൻ സ്കെയിലിൽ വന്നിട്ട് അതിൻ്റെ ഡയമെൻഷൻ സ്കെയിലിൽ, അതായത് ഇതിൻ്റെ ഡയമെൻഷൻ സ്കെയിൽ ഏതാണോ, ഉദാഹരണത്തിന് ഇവിടെ SM1 ആണ്, അതിൽ വന്നിട്ട് ഡയമെൻഷൻ സ്കെയിലിൽ വന്നിട്ട് മോഡിഫൈ കൊടുക്കുക. അതിൽ പ്രൈമറി യൂണിറ്റ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻജിനീയറിംഗ് എന്നുള്ളത്, അത് ഡെസിമൽ ആക്കി ഓക്കെ കൊടുക്കുക, ക്ലോസ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ മാറിക്കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം, അതായത് നമ്മുടെ ഇഞ്ചിലുള്ള ഡ്രോയിങ് മില്ലിമീറ്ററിലേക്ക് ആക്കി മാറ്റുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.